മരുഭൂമിയിലെ മണലാരണ്യത്തിൽ സമൃദ്ധമായി വിളയുന്ന ഈന്തപ്പഴങ്ങൾ ഇനി കോഴിക്കോട്ടുകാർക്കും കാണാം. കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കം ജുമാ മസ്ജിദ് അങ്കണത്തിൽ കുലകുലയായി വിളഞ്ഞു നിൽക്കുന്ന ഒരു ഈന്തപ്പനയാണ് ഇപ്പോൾ നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിലെ കാലാവസ്ഥയിൽ ഈന്തപ്പഴം കായ്ക്കില്ലെന്ന ധാരണകളെ തിരുത്തി കുറിക്കുകയാണ് ഇവിടെ. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഈന്തപ്പഴ കൃഷിക്ക് അത്ര അനുയോജ്യമല്ലെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ ഈ ധാരണകളെ മുഴുവൻ പാടെ തിരുത്തിക്കുറിക്കുകയാണ് തോട്ടുമുക്കം ജുമാ മസ്ജിദ് മുറ്റത്തെ ഈ ഈന്തപ്പന. ഗൾഫ് നാടുകളിലെ കടുത്ത ചൂടിൽ മാത്രം സാധാരണയായി കാണാറുള്ള ഈ മധുരപ്പഴം ഇപ്പോൾ മലയോര മേഖലയായ തോട്ടുമുക്കത്തെ പള്ളിയങ്കണത്തിലും സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നു. കേരളത്തിൽ പലയിടങ്ങളിൽ ഈന്തപ്പനകൾ വളരാറുണ്ടെങ്കിലും അവ ഇങ്ങനെ കുലകളായി കായ്ക്കുന്നത് അത്യപൂർവമാണ്. തോട്ടുമുക്കത്തെ ഈ കാർഷിക അത്ഭുതം പ്രകൃതിയുടെ ഒരു മനോഹരമായ സമ്മാനമായിട്ടാണ് നാട്ടുകാർ കാണുന്നത്. പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ പള്ളിയും അതിന്റെ മുറ്റമൊന്നും മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകർ ഇവിടെ 4 ഈത്തപ്പന നടുകയും ആ ഈത്തപ്പന ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചു. അത് വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾക്കൊക്കെ നൽകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങ് അറേബ്യയിലും മറ്റൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു ഈത്തപ്പന ഇവിടെ കുലച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്നല്ല, ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്ക് വലിയ കൗതുകവും കാര്യങ്ങളൊക്കെ ആയി. കേവലം ഒരു കൗതുകത്തിനപ്പുറം മികച്ച ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധം കൂടിയാണ് ഈന്തപ്പഴം അഥവാ കാരക്ക. പച്ചപ്പണിഞ്ഞ മലയോര മണ്ണിൽ പ്രവാസത്തിന്റെ മധുരം വിളയിച്ച തോട്ടുമുഖത്തെ ഈന്തപ്പന കാണാൻ ഇനിയും സന്ദർശകരുടെ തിരക്കേറുമെന്ന് ഉറപ്പാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.